ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗം സങ്കീർത്തനങ്ങൾ 119, 133. എൻ്റെ കാലടികളെ നിന്റെ വചനത്തിൽ സ്ഥിരമാക്കണമേ, യാതൊരു നീതികേടും എന്നെ ഭരിക്കരുതേ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. സുമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണേ, അവ എൻ്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകരഹിതനുമായിരിക്കും. സങ്കീർത്തനം 19:13. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യാപ്തിയും ആത്മീയതയും കണക്കിലെടുത്ത് വിശുദ്ധമായ നിയമം ലംഘിക്കുവാൻ ഇടയാകരുതെന്ന് സങ്കീർത്തനക്കാരൻ ആത്മാർത്ഥമായ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. തിരുനാമത്തെ സ്നേഹിക്കുന്നവർക്ക് ചെയ്യുന്നത് പോലെ നീ എന്നിലേക്ക് തിരിഞ്ഞ് എന്നോട് കൃപ ചെയ്യണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പാപത്തിന് അടിമയായിരിക്കുന്ന ഒരു വ്യക്തി അതിന് കീഴ്പ്പെട്ട് അത് അവൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നു, അതിൽ വഴങ്ങുന്നവനെ അടിമയാക്കുന്നു. ഭക്തനായ ഒരു മനുഷ്യൻ മാത്രമാണ് യഥാർത്ഥമായും സ്വതന്ത്രനായിട്ടുള്ളത്. അവൻ പാപത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിതനായി യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നു. ഒരു ഭക്തന്റെ നടപ്പും പെരുമാറ്റവും ജീവിതവും ദൈവവചനത്താൽ ക്രമീകരിക്കപ്പെടേണ്ടതാണ്. യാക്കോബിന്റെ ലേഖനം 2:10 പറയുന്നു, ഒരുത്തൻ ന്യായപ്രമാണം മുഴുവനും അനുസരിച്ച് നടന്നിട്ട് ഒന്നിൽ തെറ്റിയാൽ അവൻ സകലത്തിലും കുറ്റക്കാരനായി. മറ്റെല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാണെങ്കിലും ഏതെങ്കിലും ഒരു പാപം തൻ്റെ ഹൃദയത്തിൽ ഭരിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ഒരു ഭക്തിയുള്ള മനുഷ്യനാകുവാൻ കഴിയുകയില്ല. സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയാകയാൽ അതിൽ ഉറച്ചു നിൽക്കുവിൻ. അടിമതുക്കത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകുന്നു. നാശകരമായ കുഴിയിൽ നിന്നും കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കിയെന്ന് സങ്കീർത്തനക്കാരൻ 40 പറയുന്നു. നമ്മുടെ കാലടികളെ കർത്താവിൻ്റെ വചനത്തിൽ സ്ഥിരമാക്കി യാതൊരു നീതികേടും ഭരിക്കാതെ വണ്ണം നമ്മെ ദൈവം കാത്ത് പരിപാലിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കുന്നു. God bless us all.